അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറാ അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബാബു ലഅനില്ലാഹി മൻ ലഅന വാലിദൈഹി, അല്ലെങ്കിൽ ബാബു ലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി. തൻ്റെ മാതാപിതാക്കളെ വല്ലവനും ശപിച്ചാൽ അവന് അള്ളാഹു ശപിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ശാപം ലഭിക്കാൻ കാരണമാകുന്ന പ്രവർത്തനമാണ് മാതാപിതാക്കളെ ശപിച്ചു പറയുക എന്നുള്ളത്. അബു തുഫൈൽ റളിയല്ലാഹു അൻഹു പറയുന്നു, സുഇല അലിയുൻ, അലി റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ചോദിച്ചു, ഹൽ ഖസ്സകുമുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിശൈഇൻ ലം യഖുസ്സ ബിഹിൻ നാസ കാഫതൻ, ജനങ്ങളോട് മുഴുവനായി മൊത്തത്തിൽ പറയാത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ടോ? ചില റിപ്പോർട്ടുകളിൽ നബി നിങ്ങളോട് വല്ല സ്വകാര്യവും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ഖസ്സന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശൈഇൻ ലം യഖുസ്സ ബിഹിൻ നാസ് ഇല്ലാ മാ ഫീ ഖിറാബി സൈഫി. ജനങ്ങളോടൊന്നും പറയാതെ ജനങ്ങൾക്ക് പൊതുവായി അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ട് എല്ലാവരോടും പറയാനുള്ള കാര്യങ്ങൾ പറയാതെ ഞങ്ങളോട് മാത്രമായിട്ട് വല്ലതും നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഖിറാബു സൈഫിലുണ്ട്. ഖിറാബു സൈഫ് എന്ന് പറഞ്ഞാൽ വാളിൻ്റെ ഉറ, വാൾ ഇട്ട് വെക്കാൻ ഉപയോഗിക്കുന്ന ഉറക്കാണ് ഖിറാബു സൈഫ്. ഖിറാബ് എന്ന് പറയാം, സൈഫ് പറഞ്ഞ വാൾ. അപ്പോൾ ചിലപ്പോൾ ആ വാളിൻ്റെ ഉറയിൽ ചിലപ്പോൾ അവർ യാത്ര ചെയ്യുകയാണെങ്കിൽ വാളല്ലാത്ത മറ്റു ചിലതും ഇട്ട് വെക്കാറുണ്ട്. ഈത്തപ്പഴമോ അങ്ങനെ വല്ലതൊക്കെ, ചിലപ്പോൾ വല്ല രേഖകളൊക്കെ ഉണ്ടെങ്കിൽ അതും അതിൽ വെക്കാറുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പ്രത്യേകമായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രേഖയായിട്ട് അവിടെ ഉണ്ട്, ഈ കവറിൽ ഉണ്ട്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? സുമ്മ അഖറജ സ്വഹീഫതൻ, അദ്ദേഹം പുറത്തെടുത്തു ഒരു രേഖ ആ കവറിൽ നിന്ന്, വാളിൻ്റെ ഉറയിൽ നിന്ന്. ഫഇദാ ഫീഹാ മക്തൂബുൻ, അപ്പോൾ അതിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞ ഉപദേശം അതിൽ രേഖപ്പെടുത്തിയിട്ട് അതവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്താണ് അതിൽ പറയുന്ന കാര്യം? ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി വല്ലവനും അറുത്താൽ അള്ളാഹു അവനെ ശപിച്ചിരിക്കുന്നു. അറവ്, ബലികർമ്മം ഒരു ഇബാദത്താണ്. ഫസ്വല്ലി ലി റബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുകയും റബ്ബിന് വേണ്ടി നീ അറുക്കുകയും വേണം. അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞുകൊണ്ടാണ് അറുക്കേണ്ടത്. അള്ളാഹുവിൻ്റെ പ്രതിഫലവും പൊരുത്തവും റിളയും ഉദ്ദേശിച്ചുകൊണ്ടാണ് അറുക്കേണ്ടത്. അള്ളാഹുവിൻ്റെ പേരിലാണ് നേർച്ച മൃഗങ്ങൾ അറുക്കുകയാണെങ്കിൽ അള്ളാഹിൻ്റെ പേരിലാണ് നേർച്ച നേരേണ്ടത്. എന്നിട്ട് അള്ളാഹുവിന് വേണ്ടിയാണ് അറുക്കേണ്ടത്. അതേ സ്ഥാനത്ത് മരിച്ചുപോയ മഹാത്മാക്കളുടെ പേരിലോ അവരുടെ പൊരുത്തം കിട്ടാൻ വേണ്ടിയോ അവരുടെ തൃപ്തി കിട്ടാൻ വേണ്ടിയോ അങ്ങനെയുള്ള ലക്ഷ്യങ്ങളോടുകൂടി അവരുടെ പേരിൽ നേർച്ചയാക്കുന്ന മൃഗങ്ങൾ അറുക്കപ്പെടാറുണ്ട്. അത് തിന്നാൻ പോലും പാടില്ല. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട മൃഗങ്ങളെ ഭക്ഷിക്കാൻ പാടില്ല. അപ്പോൾ അറവ് തന്നെ അള്ളാഹുവിൻ്റെ പേരിലേ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി വല്ലവനും അറുത്താൽ അവന് അള്ളാഹുവിൻ്റെ ശാപമുണ്ട്. ശാപം എന്ന് പറഞ്ഞാൽ അത്വറുദു വൽ ഇബ്ആദു മിർ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നുള്ള ആട്ടി അകറ്റപ്പെടൽ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നുള്ള അകൽച്ച, അതിനാണ് ലഅന എന്ന് പറയാം. അപ്പോൾ ഒരാളെ അള്ളാഹ് ശപിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അള്ളാഹിൻ്റെ റഹ്മത്തിനി അവനില്ല എന്നാണ്. അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിന്നും അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ നിന്നും അവൻ വിദൂരമാക്കപ്പെട്ടു. അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലെങ്കിൽ ഒരാൾക്ക് ഇഹലോകത്ത് ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ കഴിയില്ല, നാളെ പരലോകത്ത് രക്ഷപ്പെടാനും കഴിയില്ല. അപ്പോൾ ഇഹലോക ജീവിതത്തിനും പരലോക വിജയത്തിനും അനിവാര്യമായ കാര്യമാണ് റബ്ബിൻ്റെ റഹ്മത്ത്. അത് നീങ്ങിപ്പോകാൻ കാരണമാകുന്ന പ്രവർത്തനമാണ് അള്ളാഹു ഒരാൾ ശപിക്കുക എന്ന് പറഞ്ഞാൽ. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാണ് അള്ളാഹു അല്ലാത്തവരുടെ പേരിലുള്ള അറവ്. പിന്നെയോ ലഅനല്ലാഹു മൻ സറഖ മനാറൽ അർള്, ഭൂമിയുടെ മനാറുകളെ വല്ലവനും മോഷ്ടിച്ചാൽ അവനെയും അള്ളാഹ് ശപിച്ചിരിക്കുന്നു. ഭൂമിയുടെ മനാറുകൾ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അടയാളങ്ങൾ എന്നാണ്. ഓരോ സ്ഥലങ്ങളെയും വേർതിരിക്കുന്ന അടയാളങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹറമിൻ്റെ അടയാളങ്ങൾ നിശ്ചയിച്ചു, അവിടെ അടയാളം നാട്ടി എന്നാണ്. ആ അടയാളമാണ് പിൽക്കാലഘട്ടത്തിൽ ചരിത്രത്തിൽ അത് പുതുക്കി പണിയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ആ അടയാളങ്ങൾ പുതുക്കുകയും ചെയ്ത് അങ്ങനെ ആ ഹറമായി പ്രഖ്യാപിച്ചത്, ഹറമിൻ്റെ പരിധികൾ എന്നതുപോലെ ഓരോന്നിനും ഓരോ പരിധിയുണ്ട്. എൻ്റെ സ്ഥലവും വേറെ ആളുടെ സ്ഥലവും വേർതിരിക്കുന്ന അടയാളമുണ്ട്. അത് മനാറുൽ അർളാണ്. അപ്പോൾ അതൊരാൾ നശിപ്പിച്ച് കളയാണ്, അല്ലെങ്കിൽ അതിനെ പൊട്ടിച്ച് കളയാണ്. അതെന്തിനാ? എൻ്റെ അതിര് വേർതിരിവില്ലാതെ വന്നാൽ അദ്ദേഹത്തിൻ്റെ സ്ഥലം എൻ്റെ അടുക്കിലേക്ക് വരും, എൻ്റെ സ്ഥലത്തേക്ക് വരും. അപ്പോൾ അതിരുകൾ എവിടെയും ആവശ്യമാണ്, അടയാളങ്ങൾ എവിടെയും ആവശ്യമാണ്. ആ അടയാളങ്ങൾ നശിപ്പിക്കപ്പെടാൻ പാടില്ല.
അതിരുകൾ മുറിക്കുന്ന ആളുകൾ, അതിര് മുറിച്ച് മറ്റുള്ളവന്റെ സ്ഥലം തന്റെ സ്ഥലത്തേക്ക് കൂട്ടിച്ചേർക്കുന്ന ആളുകൾ, ഇതൊക്കെ അതിൽ പെടും. അപ്പൊ മനാറുൽ അർദ് നശിപ്പിക്കാൻ പാടില്ല. അതാണ് മനാറുൽ അർദ് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ വല്ലവനും ചെയ്താൽ അവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി, മാതാപിതാക്കളെ വല്ലവരും ശപിച്ചാൽ അവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. അപ്പൊ മാതാപിതാക്കളെ ശപിച്ച് പറയാ, ശാപവാക്കുകൾ അവർക്കെതിരെ ഉപയോഗിക്കുക, അവരോട് ശാപവാക്കുകൾ പറയാ, ഇതൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അള്ളാഹുവിന്റെ ശാപം അവനുണ്ട്. ലഅനല്ലാഹു മൻ ആവാ മുഹദിസ, മുഹദിസ് ചെയ്തവന്, ഹദസ് ചെയ്തവനെ അഭയം നൽകിയാൽ അവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. മുഹദിസ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, പാപങ്ങൾ, വലിയ കുറ്റങ്ങൾ, തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ, അവർക്ക് അഭയം കൊടുക്കാൻ പാടില്ല എന്നാണ്. അവർ ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കുകയും ആ തെറ്റുകളെ നമ്മൾ പിൻപറ്റുകയും ചെയ്താൽ അത് അഭയം കൊടുക്കുന്നതിന് തുല്യമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുഹദ്ദിസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു ആശയം ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ എന്നാണ്. ബിദ്അത്തിനെ കൂട്ടുനിൽക്കുക, ആ ബിദ്അത്തിനെ പ്രോത്സാഹിപ്പിക്കുക, ബിദ്അത്തുകളെ പ്രേരിപ്പിക്കുക, ബിദ്അത്തുകൾക്കെതിരെ നിശബ്ദത പാലിക്കുക, അതൊക്കെ എന്താണ്? ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾക്ക് അഭയം നൽകലാണ്. അപ്പൊ ബിദ്അത്ത് നമ്മൾ സ്വയം ചെയ്യലും മാത്രമല്ല, ആ ബിദ്അത്ത് ചെയ്യുന്ന വ്യക്തിയോട് പ്രതികരിക്കാതിരിക്കുകയും അതിനെതിരെ മൗനം പാലിക്കുകയും ഒക്കെ ചെയ്താൽ, ആ ചെയ്യുന്ന ബിദ്അത്തിനെ നിസ്സാരമായി കാണുകയൊക്കെ ചെയ്താൽ അത് ആ വ്യക്തിക്ക് അഭയം കൊടുക്കുന്നതിന് തുല്യമാണെന്നാണ്. കാരണം അതിലൂടെ അവന്റെ ബിദ്അത്തുകൾ വീണ്ടും പ്രചരിക്കും. അപ്പൊ ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾക്ക് അഭയം കൊടുക്കാൻ പാടില്ല. അങ്ങനെ വല്ലവനും ചെയ്താൽ അവനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. അപ്പൊ 4 വിഭാഗത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ഒന്ന്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്നവൻ, അതേപോലെ ഭൂമിയുടെ അടയാളങ്ങളെ തകർക്കുന്നവൻ അല്ലെങ്കിൽ മോഷ്ടിക്കുന്നവൻ, മാതാപിതാക്കളെ ശപിക്കുന്നവൻ, അതുപോലെ ബിദ്അത്ത് ചെയ്ത, തിന്മ ചെയ്ത ആളുകൾക്ക് അഭയം നൽകുന്നവൻ, ഇവരെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. അപ്പൊ ആ ശാപത്തിന് കാരണമാകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ, സ്വഭാവങ്ങൾ നമ്മിൽ ഉണ്ടാകുവാൻ പാടില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.